ആധ്യാത്മിക ശിശുത്വം എന്ന നവദർശനത്തിന് രൂപം കൊടുക്കുവാൻ ചെറുപുഷ്പത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത് വിശുദ്ധ ഗ്രന്ഥമാണ്. തൻ്റെ ബലഹീനതകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ കണ്ട വചനം അവൾക്ക് പ്രത്യാശ നൽകി. തീരെ കുഞ്ഞായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. ദൈവത്തിൻ്റെ കൈകളിൽ ഒരു ഓമനക്കുഞ്ഞായി അവൾ തന്നെ സമർപ്പിച്ചു. ഇത് പ്രത്യേകമായി പ്രത്യാശയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെതുമായ വഴിയാണ്. ത്യാഗങ്ങളാകുന്ന പൂക്കൾ യേശുവിനെ സമർപ്പിക്കുകയാണിത്. ഒരു പുണ്യവതിയേക്കാൾ ആകാൻ ആഗ്രഹിച്ച കൊച്ചുത്രേസ്യയ്ക്ക് യേശുവിൻ്റെ വചനങ്ങൾ പ്രത്യാശയും പ്രകാശവും നൽകി. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ. തൻ്റെ എളിയ അവസ്ഥയെയും പരിമിതികളെയും പറ്റി നല്ല ബോധ്യമുണ്ടായിരിക്കുന്നതുകൊണ്ടാണ് അവൾ പറയുന്നത്, ഒരു പുണ്യവതിയാകുവാൻ ഞാൻ സദാ ആഗ്രഹിക്കുന്നു എന്ന്. എൻ്റെ അങ്ങേക്ക് അറിയാമല്ലോ. എന്നാൽ കഷ്ടം, പുണ്യവതിമാരുമായി ഒത്തുനോക്കുമ്പോൾ അവരും ഞാനും തമ്മിൽ ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന പർവ്വതവും പോലെയാണ്. ചെറുമയുടെ വിശുദ്ധിയാണ് കൊച്ചുത്രേസ്യ. പ്രകൃതിയിലെ ചെറിയ വസ്തുക്കളും പറവയും പുഷ്പങ്ങളുമായി തന്നെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാജാതിരാജനായ യേശുവിനെ അപ്രകാരം സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും സാധിക്കും എന്ന് അവൾ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഒരു കുഞ്ഞു പറവയ്ക്ക് തുല്യമായി തന്നെ കണ്ടുകൊണ്ട് കൊച്ചുത്രേസ്യ തൻ്റെ നിസ്സഹായ അവസ്ഥ വിവരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.